ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് പാസ്റ്റർ ഷാജിയുടെ തിയോളജിയെ കുറിച്ചാണ്. പല ആളുകളും കമന്റ് ചെയ്ത് ചോദിച്ചു ബാക്കി ഭാഗം ഇല്ലേ എന്ന് പലരും എന്നോട് ചോദിച്ചു. അപ്പോൾ അതിന്റെ അടുത്ത ഭാഗം ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. വീഡിയോ കണ്ടിട്ട് നമുക്ക് മടങ്ങി വരാം. പിതാവിനെ കുറിച്ച് പറയുകയാണ്, താൻ മാത്രം അമർത്യത ഉള്ളവൻ. വായിക്കേ. ധന്യനായ ഏകാധിപതിയും രാജാതി രാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത പറഞ്ഞോ, താൻ മാത്രം അമർത്യതയുള്ളവനും മരണമില്ലാത്തവൻ. ഹല്ലേലൂയ. തന്നിലാണ് ജീവൻ മുഴുവൻ. താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യർ ആരും കാണാത്തവനും. ഇത് ക്രിസ്തുവിനെ കുറിച്ചല്ല പറയണേ, ക്രിസ്തുവിനെ മനുഷ്യർ കണ്ടിട്ടുള്ളതാണ്. മനുഷ്യരാരും കാണാത്തവനും കാണാൻ കഴിയാത്തവനുമായവൻ തക്ക സമയത്ത് ആ പ്രത്യക്ഷത വരുത്തും. അതാണ് യേശു ക്രിസ്തു വന്ന് ഈ ഭൂമിയിൽ വാണ് 1000 വർഷം കൊണ്ട് എല്ലാ ദുഷ്ടന്മാരെയും നീക്കി കളഞ്ഞ് ഭൂമിയെ ക്ലീൻ ചെയ്ത് പുതിയ ആകാശവും പുതിയ ഭൂമിയും വന്ന്. വീഡിയോ എല്ലാവരും ശ്രദ്ധിച്ച് കാണുമല്ലോ. കഴിഞ്ഞ പ്രാവശ്യം വരം ലഭിച്ച പുത്രനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു അല്ലെ? വരം ലഭിച്ച പുത്രൻ, കാരണം പിതാവിന് മാത്രമേ ജീവനുള്ളൂ എന്നുള്ള കാര്യമാണ്. ആ ജീവൻ പുത്രന് കൊടുത്തു. ആ പുത്രൻ എന്ത് ചെയ്തു? ജീവൻ ബാക്കിയുള്ളവർക്ക് കൊടുത്തു എന്നുള്ളതാണ് ഇനി അദ്ദേഹം സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. അപ്പം ജീവൻ കൊടുത്തു അല്ലെങ്കിൽ വരം നൽകി. അപ്പം അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ യേശുക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം യേശുക്രിസ്തുവിന് കിട്ടിയ ദൈവത്വവും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വരമാണ്. അതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്ന പ്രധാനമായ കാര്യം എന്ന് പറയുന്നത്. സത്യം അതായിരിക്കും, അത് തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് 3 പേരുണ്ട്. അദ്ദേഹത്തിന് 3 പേരുണ്ട്, 3 ദൈവങ്ങളും ഉണ്ടെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അദ്ദേഹം പറഞ്ഞു വരുന്ന തരത്തിൽ പറയുന്നുണ്ട്. അപ്പൊ പിതാവിന് മാത്രം അല്ലെ? 6:15 നമുക്ക് പോകാം. അത് 1 തിമോത്തിയോസ് 6:15 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നു, ധന്യനായ ഏകാധിപതിയും രാജാതി രാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കാണാത്തവനും കാണാൻ കഴിയാത്തവൻ തക്ക സമയത്ത് ആ പ്രത്യക്ഷത വരുത്തും. വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. തക്ക സമയത്ത് ആ പ്രത്യക്ഷത വരുത്തും. മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവൻ. വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. മനുഷ്യരാരും കണ്ടിട്ടില്ല. ധന്യനായ ഏകാധിപതി അല്ലേ? അപ്പം യേശുക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നവൻ ആദ്യനും അന്ത്യനുമാണ് അല്ലേ? ഒരു ആദ്യനും അന്ത്യനെ നമുക്കുള്ളൂ അല്ലേ? അപ്പോ 2ഉം 3ഉം ആദ്യനും അന്ത്യനും ഉണ്ടോ? ഇനി വരം കൊടുത്തതാണോ ഇനി ആദ്യനും അന്ത്യനും? അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഇനി വരം കൊടുത്തതാണോ ഇനി ആദ്യനും അന്ത്യനും എന്ന് പറയുന്ന ഭാഗം ഇനി വരം കൊടുത്തതാണോ? വളരെ ചിന്തിക്കേണ്ട ഒരു വാസ്തവമാണത് അല്ലേ? കർത്താതി കർത്താവും അല്ലെ? കർത്താതി കർത്താവും. അപ്പൊ ഏക കർത്താവ് എന്നാണ് മർക്കോസിന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോ 2 കർത്താക്കന്മാർ നമുക്കുണ്ടോ? യേശു കർത്താവിനെ കർത്താവ് എന്ന് വിളിക്കുന്നുണ്ട് അല്ലേ? തോമസ് അപ്പോസ്തലൻ വിളിക്കുന്നു എന്റെ കർത്താവും എന്റെ ദൈവവുമായി ഉള്ളവേ അല്ലെ? കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നു യേശു കർത്താവും നമുക്കുണ്ട് അല്ലെ? യേശു എന്ന കർത്താവും നമുക്ക് ഉണ്ട്, യേശു ക്രിസ്തു എന്ന കർത്താവ് നമുക്കുണ്ട് എന്ന് അപ്പോസ്തലനായ പൗലോസ് സമ്മതിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ ധന്യനായ ഏകാധിപതി എന്ന് പറയുമ്പോൾ വളരെ ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ്. ഇദ്ദേഹം പറയുന്നത് പോലെ വരം നൽകിയിരിക്കുന്ന പുത്രനാണോ ഈ ഭൂമിയിലേക്ക് വന്നത്? ഞാനത് കഴിഞ്ഞ പ്രാവശ്യവും അതിനെക്കുറിച്ച് മെൻഷൻ ചെയ്തതാണ്. വരം നൽകിയിരിക്കുന്ന പുത്രൻ അല്ലെ? യെശയ്യാവിന്റെ പുസ്തകം 9:6 നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്, ഇതൊക്കെ വരം കിട്ടിയതാണോ എന്നുള്ള കാര്യം നമ്മൾ ഇനി ചിന്തിക്കാൻ പോവാണ്. ഇനി വരം കിട്ടിയിരിക്കുന്നു, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്. അപ്പൊ അദ്ദേഹം അതിനകത്തൊരു പോയിന്റ് പറഞ്ഞു, തർക്കിക്കുന്നവൻ അല്ലെങ്കിൽ വാദിക്കുന്നവൻ ആ വചനത്തോട് വാദിക്കട്ടെ എന്നാണ് പറഞ്ഞത്. ഞാൻ ആ രീതിയിൽ തന്നെ അതൊന്ന് വാദിച്ച് തീർക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം ആ വചനത്തോട് തന്നെ നമുക്ക് ചോദിക്കാം, ഇനി അങ്ങനെയാണോ? ഇനിയിപ്പോ വരം നൽകിയിരിക്കുന്ന പുത്രൻ അല്ലെ? ഈ വരം നൽകിയിരിക്കുന്ന പുത്രൻ അല്ലെങ്കിൽ വന്ന് ജനത്തെ വീണ്ടെടുക്കാൻ വേണ്ടി വന്നതാണോ അല്ലെ? ആ പുത്രൻ ഇനി അമർത്യതയില്ലേ അല്ലെ?
അല്ലെ? അവന് അമർത്യതയില്ല, പിതാവിന് മാത്രമാണ് ഉള്ളത് അല്ലെ? പിതാവ് മാത്രമാണ് മരണമില്ലാത്തത് അല്ലെ? അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ കർത്താവ് വരം കിട്ടിയതായിരിക്കുമല്ലോ. അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞ വരം കിട്ടിയതാണ്, വരം കിട്ടിയിരിക്കുന്ന വ്യക്തിയാണ്. അപ്പം അവൻ നേരത്തെ തന്നെ ദൈവമായിരുന്നു അല്ലേ? അപ്പോ ഇദ്ദേഹം പറയുന്നത് പോലെയാണെങ്കിൽ പുത്രനൊരു ആരംഭമുണ്ട് അല്ലേ? അതെന്നാണ് ആരംഭമുള്ളത്? ബത്ലഹേമിൽ ജനിച്ച സമയത്ത് ആരംഭമുണ്ട് അല്ലേ? അങ്ങനെയാണോ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്? പരിശുദ്ധാത്മാവ് നിന്നുമേൽ നിഴലിടുമെന്നാണ് മറിയത്തോട് പറയുന്നത്. പരിശുദ്ധാത്മാവിനാൽ ഉത്പാദിതമാകുന്ന വിശുദ്ധ പ്രജ എന്നവനെ വിളിക്കും, അല്ലെങ്കിൽ വിളിക്കപ്പെടും, വിശുദ്ധ പ്രജ ആയി മാറും എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആ പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം എന്താണ്? മാനിഫെസ്റ്റഡ് ആണ്, മാനിഫെസ്റ്റ് ഇൻ ദ ഫ്ലഷ്. അതാണ് ദൈവം മാനിഫെസ്റ്റ് ചെയ്യുന്നതാണ് ഫ്ലഷിൽ, അതാണ് കാണിക്കുന്നത് പ്രധാനമായിട്ടും അല്ലേ? അതുകൊണ്ടാണ് പറഞ്ഞത് പിതാവ് എന്നിൽ ഇരുന്നുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു എന്ന് യേശുക്രിസ്തു പറഞ്ഞതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നു. അപ്പം ഇത് പറഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം ആരാണ് പറഞ്ഞ് ഉയർത്തെഴുന്നതിന് ശേഷം ഞാൻ ഇതുവരെയും പിതാവിന്റെ അടുക്ക പോയിട്ടില്ല, എന്നെ തുടരുതെന്ന് പറഞ്ഞെന്ന് ആരോ എനിക്ക് കഴിഞ്ഞ ദിവസം കമന്റ് ഇടുന്ന ഞാൻ കണ്ടു. പക്ഷേ പിതാവ് തന്നിലിരുന്ന് പ്രവൃത്തി ചെയ്യുന്ന ഒരാൾക്ക് എന്തിനാണ് ഇനി പിതാവിന്റെ അടുക്കിലേക്ക് കയറി പോകുന്നത്? വളരെ ചിന്തിക്കേണ്ട ഒരു വാസ്തവമാണ്. അപ്പൊ ഇതിനെല്ലാം ഒരു ഉത്തരവുണ്ട്. ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ, ഒരേ ഒരു ആൻസറേ അതിനുള്ളൂ. അപ്പോ 2 പേരും 3 പേരും ഉള്ളത് കൊണ്ടല്ല അതങ്ങനെ സംഭവിക്കുന്നത്. അങ്ങനെ ചിന്തിച്ചു വയ്ക്കുന്നത് തന്നെ ഒരു വിഡ്ഢിത്തരമാണ് എന്നുള്ളതാണ് എനിക്ക് ദൈവാത്മാവിൽ പറയുവാനുള്ളത്. വളരെ ചിന്തിക്കേണ്ട ഒരു വാസ്തവം തന്നെയാണ് അല്ലെ? അദ്ദേഹം പറഞ്ഞതുപോലെ വരം കിട്ടിയ ഒരു ആളാണെങ്കിൽ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ് അല്ലെ? അവന് ആരംഭവുമില്ല അവസാനവും ഇല്ലാത്ത വ്യക്തിയാണ് യേശുക്രിസ്തു. അവന് ആരംഭവുമില്ല അവസാനവുമില്ല. അതുകൊണ്ടാണ് അവൻ നിത്യപിതാവ് എന്ന് വിളിക്കുന്നത് അല്ലെ? അവൻ നിത്യപിതാവാണ്. അപ്പൊ അത് ആർക്കും മാറ്റാൻ ഒക്കുകയില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ ചിന്തയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ പുത്രന്റെ ആരംഭമുണ്ട്, അത് ബത്ലഹേമിലാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ വചനത്തിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ പോലെ വചനത്തിൽ ഞാൻ വാദിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ആ ഒരു കാര്യം എന്ന് പറയുന്നത് അതാണ്. കാരണം ഇദ്ദേഹം പറഞ്ഞത് അതാണ്, പുത്രനൊരു ആരംഭമുണ്ട്. പുത്രന് ആരംഭമില്ല, കാരണം പുത്രനെ പറയുന്നവൻ ആദ്യനും അന്ത്യനും എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോ സാക്ഷാൽ ജഡത്തിലുള്ള വെളിപ്പാടിനെയാണ് ഇപ്പോൾ ഷാജി പാഷ തള്ളിക്കളഞ്ഞിരിക്കുന്നത്. 1 തിമോത്തിയോസ് 3:16 പറയുന്ന ആ ഒരു മാനിഫെസ്റ്റേഷൻ, അതിനെയാണ് തള്ളിക്കളഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പൊ വരം ലഭിച്ച ഒരു പുത്രൻ എന്ന് പറഞ്ഞുകൊണ്ട് യേശു ക്രിസ്തുവിനെ തള്ളി മാറ്റി എന്നുള്ളതാണ്. കയറും വള്ളിയും ഒക്കെ എടുത്തു കാണിച്ച് അങ്ങനെ അദ്ദേഹം അതിനെ തള്ളി മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഇത് വെളിപ്പാടല്ല അല്ലെ? യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന എന്താണ്? ജനത്തെ അവന്റെ പാപങ്ങളിൽ നിന്ന് വിടുവിക്കേണ്ടതിന് അവന് യേശു എന്ന പേരിടണം. യേശു എന്ന പേരിന് അത്രയ്ക്ക് അർത്ഥമുണ്ട്. യേശുക്രിസ്തു തന്നെ പറയുന്നത് ഞാൻ എൻ്റെ പിതാവിന്റെ നാമത്തിൽ വന്നിരിക്കുന്നു. അത് മാനിഫെസ്റ്റേഷന്റെ ഇതാണ് പറയുന്നത്. ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പാടിനെയാണ് അത് കാണിക്കുന്നത്. ഞാൻ എൻ്റെ പിതാവിന്റെ നാമത്തിൽ വന്നിരിക്കുന്നു. ഇപ്പൊ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ പറയുകയാണ്, ഞാൻ എൻ്റെ പിതാവിന്റെ നാമത്തിൽ വന്നിരിക്കുന്നു. അതിനോട് താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ആ അധ്യായങ്ങളിൽ ഒരു കാലത്ത് പറയുന്നു, ഞാൻ അവനാണെന്ന് നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ. മലയാളത്തിൽ എഴുതി വന്നപ്പോൾ ഞാൻ അങ്ങനെയുള്ളവൻ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. പക്ഷെ ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ ഞാൻ അവനാണെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. കാരണം എന്താണ്? ആ ദൈവത്തിന്റെ മാനിഫെസ്റ്റേഷൻ ആണെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കുമെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്ന പ്രധാനമായ കാര്യം എന്ന് പറയുന്നത് അല്ലെ? അപ്പം ഇവിടെ 2-3 വ്യക്തികൾ ഉണ്ട് എന്ന് തർക്കിച്ചു പറയുകയാണ്. അപ്പൊ ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഹാഫ് തിയറി ഏകത്വവും ഹാഫ് തിയറി യാഹ്വേ വിറ്റ്നസിന്റെ തിയറിയുമാണ് ഇദ്ദേഹം ഉപയോഗിച്ചു വരുന്നത്. അതുകൊണ്ടാണ് ഇദ്ദേഹം ഈ ഒരു ഒന്നിന് മുതിർന്നിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായ സത്യം എന്ന് പറയുന്നത്. അപ്പൊ എന്നെ കേൾക്കുന്ന പ്രേക്ഷകർ വിചാരിക്കണം ദൈവം ഏകനാണെന്നും ആ ദൈവം ജഡത്തിൽ വെളിപ്പെട്ടതാണ് യേശു ക്രിസ്തു എന്ന് വിശ്വസിക്കുമ്പോൾ യാതൊരു തെറ്റുമായിട്ടും പറ്റുന്നില്ല. കാരണം ആ ഒരു ഏകത്വവും അല്ലെങ്കിൽ ഒന്നാകുന്നു എന്ന് പറയുന്ന കാര്യവും അവിടെ ഒരുമിച്ച് വരുന്നു എന്നുള്ളതാണ്. അല്ലാതെ വരം കിട്ടിയ പുത്രനൊന്നും അല്ലത്. വളരെ ചിന്തിക്കേണ്ട ഒരു വാസ്തവമാണ്. അദ്ദേഹത്തിന്റെ ഭാഷയിൽ തന്നെ പറയുകയാണെങ്കിൽ വരം കിട്ടിയ പുത്രനല്ല. അങ്ങനെ വരം കിട്ടേണ്ട കാര്യം
ഇല്ല താനും. കാരണം ദൈവത്തിൽ 3 പേരില്ല. പണ്ട് തൊട്ടേ യഹോവയായ ദൈവം പറയുന്നു എന്നിൽ മറ്റൊരുത്തനില്ല. കാരണം അങ്ങനെയായിരുന്നു നേരത്തെ തന്നെ പറഞ്ഞത്, എന്നിൽ മറ്റൊരുത്തനുണ്ട്, അല്ലെങ്കിൽ വേറെ 2 പേരൂടെ ഉണ്ട്, ഞാനും പുത്രനും ആത്മാവും ഉണ്ട്, അങ്ങനെ 3 പേരുണ്ടെന്ന് പറഞ്ഞേനുമായിരുന്നു, അല്ലെ? അപ്പം അങ്ങനെ പറയാത്തിടത്തോളം കാലം ഈ പറയുന്നതെല്ലാം വചനവിരുദ്ധമാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗോഡ് ബ്ലെസ് യു.